Hello guys, welcome back to another episode of Minecraft Let's Play series. ആ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബേസ് പണിയാന്നുള്ളതാണ്. അത്യാവശ്യം വലിയൊരു ബേസ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീറ്റിന്റെയും ക്യാരറ്റിന്റെ ഒക്കെ. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് ഗെയിമിൽ കയറുന്നത്. അപ്പോ ഇനി അധികം പറഞ്ഞു പോരടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വാട്സ് അപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു ആർ വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പൊ ഗൈസ്, ഇനി നമ്മള് ബേസ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി നിങ്ങൾ ബേസ് ഉണ്ടാക്കുന്ന റിസോഴ്സ് കളക്ട് ചെയ്യുന്നതിന്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോയോ? അപ്പൊ അതെ ഗൈസ്, അങ്ങനെ നമ്മളെ വീടിന്റെ സൈഡിലുള്ള ഏകദേശം എല്ലാ മരവും നമ്മൾ ഫുള്ളായിട്ട് വെട്ടി തീർത്തിട്ടുണ്ട്, വെട്ടി തീർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ സീരീസിനെ കുറിച്ച് കമന്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഇതിൽ ഇനി എന്തൊക്കെ ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളെ കമന്റിലൂടെയാണ് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണേ. ഇനി അപ്പൊ നമ്മളൊരു കൗക്രഷർ ഉണ്ടാക്കാൻ നിന്നാണ് ഈ വീഡിയോയിൽ, പക്ഷേ നമ്മൾക്ക് കൊണ്ട് പറ്റൂല. നമ്മൾ ഒന്നുപാടെ വലിയ ഫാം ഉണ്ടാക്കാന്നാണ് തീരുമാനിച്ചിരിക്കണേ. അപ്പൊ ഫസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ ഗൈസ്, നമ്മൾ പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തു. പിന്നീട് ഗൈസ്, നമ്മൾ ബേസ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഭാഗം മാർക്ക് ചെയ്തു, ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ അതേ ഗൈസ്, ഇങ്ങനെയാണ് നമ്മളെ ഒരു ബേസിന്റെ ഒരു ഇത് വരുന്നത്. പ്ലാൻ ഇങ്ങനെ സർക്കിൾ ആയിട്ടാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത്, ഒരു ബോക്സി സർക്കിൾ ആയിട്ട്. മൈൻക്രാഫ്റ്റിലൊക്കെ ബോക്സിയാണ്. അപ്പൊ ഇനി ഈ ഡേർട്ട് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് കോബിൾ സ്റ്റോൺ ആക്കാം. പിന്നീട് ഗൈസ്, നമ്മളെ കോബിൾ സ്റ്റോൺ ആ ഗ്രാസ് ഡേർട്ട് ഫുള്ള് മാറ്റി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബോക്സി സർക്കിളായിട്ട്. പിന്നീട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പ്ലാങ്ക് വെച്ച് നിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളിങ്ങനെ ഫുള്ള് പ്ലാങ്ക് വെച്ച് നിറച്ചു. അപ്പോൾ ഈ നമ്മുടെ അത്യാവശ്യം വുഡ് ഉണ്ടായിരുന്നു. ആ സൈഡ് ഫുള്ള് കളക്ട് ചെയ്ത് നമുക്ക് മോർ ദാൻ 5 stacks വുഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുള്ള് പ്ലാങ്ക് വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഗൈസ്, പ്ലാങ്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കോബിൾ സ്റ്റോൺ വെച്ച് തീർക്കാനുണ്ട്. പിന്നീട് കേസ് നമ്മളിവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലെയർ കൂടി വുഡൻ പ്ലാങ്ക്സ് വെച്ച് പിന്നെ അത് 3 ലെയറാക്കി. പിന്നെ നമുക്ക് വിൻഡോസിനുള്ള സ്ഥലം വിട്ടു. പിന്നെ ഇത് നമ്മൾ റൂഫ് സെറ്റ് ചെയ്തു ഫുള്ളായിട്ട്. പിന്നെ നമ്മൾ ലാഡർ വെക്കാനുള്ള കുറച്ച് സ്ഥലം സെറ്റ് ചെയ്തെടുത്തു അവിടെ. പിന്നെ നമ്മൾ ലാഡർ പിന്നെ നമ്മളെ കയ്യിലുള്ള ബ്ലോക്സ് കഴിഞ്ഞ് നമ്മൾ പിന്നെയും കുറച്ച് ബ്ലോക്സ് മൈൻ ചെയ്യാനായിട്ട് പോയി. പിന്നെ നമ്മളെ വീടിൻ്റെ രണ്ടാമത്തെ നിലയുടെ പണി സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ നിലയുടെ മുകളിൽ ഫുള്ളായിട്ട് അങ്ങനെ പ്ലാങ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മതിൽ കെട്ടാൻ തുടങ്ങി. ഒരു വാൾ പിന്നെ നമ്മൾ വീടിനൊരു ബാൽക്കണി സെറ്റ് ചെയ്തെടുത്തു. ഒരു കുഴപ്പമില്ലാത്തൊരു ബാൽക്കണി. പിന്നെ ആ ബാൽക്കണിക്ക് പില്ലർ പോലെ കോബിൾ സ്റ്റോൺ വാൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാങ്ക് വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മളെ വീടിൻ്റെ റൂഫിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റൂഫിൻ്റെ പണി ചെയ്തു. പിന്നെ നമ്മൾ ബാൽക്കണി ഭാഗത്തെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയി. അപ്പോൾ അതേ ഗൈസ്, നമ്മളെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വർക്കൊക്കെ നമ്മൾ നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.